നടിയും നിർമ്മാതാവുമായ സാന്ദ്ര തോമസിനെ എല്ലാവരും കൈവിട്ട അവസ്ഥയാണിപ്പോൾ. സാന്ദ്ര തോമസ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവർക്ക് പോലും അറിയില്ല എന്ന് വേണം പറയാൻ. നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ പർദ്ദയിലെത്തിയ സാന്ദ്ര അന്ന് തന്നെ വലിയ വിവാദങ്ങളിലേക്ക് തൻ്റെ പേര് സ്വയം വലിച്ചിട്ടിരുന്നു. ഒരു കൂട്ടം ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ മുൻപിൽ പോവാൻ ഇതിലും നല്ലൊരു വേഷമില്ല എന്നായിരുന്നു ആ വേഷം ധരിച്ച് അവർ നടത്തിയ പ്രസ്താവന. എന്നാൽ അത് വെറും ഷോ ഓഫ് മാത്രമാണ് എന്ന് മനസ്സിലാക്കുന്നതായിരുന്നു പിന്നീട് അവർ ധരിച്ച ഡ്രസ്സുകളെല്ലാം. കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയുമായി താൻ നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ പേരിൽ പുള്ളിക്കാരി ഒന്ന് ഏറിപ്പോയിരുന്നു. കാര്യം സത്യമായിരുന്നുവെങ്കിലും അതിനെ വളരെ വ്യത്യസ്തമായ രീതിയിലായിരുന്നു സാന്ദ്ര അവതരിപ്പിച്ചത്. ഇപ്പോൾ ഇതാ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിജയ് ബാബുവിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായിട്ടാണ് സാന്ദ്ര തോമസ് വന്നിരിക്കുന്നത്. ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ബാനറിൽ അസോസിയേഷൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ യോഗ്യതയില്ല എന്ന വിജയ് ബാബുവിന്റെ അവകാശവാദത്തിനാണ് സാന്ദ്രയുടെ കിടിലൻ മറുപടി വന്നിരിക്കുന്നത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് സാന്ദ്ര മത്സരിക്കുന്നത്. എന്നാൽ സാന്ദ്ര തോമസിന്റെ പത്രിക വരണാധികാരി തള്ളുകയായിരുന്നു. അസോസിയേഷനുള്ളിൽ സാന്ദ്രയുടെ സ്ഥാനാർത്ഥിത്വം വലിയ തർക്ക വിഷയമായി മാറിയിരിക്കുകയാണ്. 10 വർഷം മുമ്പ് ഫ്രൈഡേ ഫിലിംസുമായുള്ള എല്ലാ ബന്ധവും നിയമപരമായി സാന്ദ്ര അവസാനിപ്പിച്ചിരുന്നു. അതിനാൽ ഈ ബാനറിലുള്ള ചിത്രങ്ങളുടെ സെൻസർ സർട്ടിഫിക്കറ്റുകളിൽ സാന്ദ്രയ്ക്ക് അവകാശം ഉന്നയിക്കാനാവില്ല എന്നായിരുന്നു വിജയ് ബാബുവിന്റെ വാദം. മാത്രമല്ല ഈ വിഷയത്തിൽ അന്തിമ വിധി കോടതി തീരുമാനിക്കട്ടെ എന്നും വിജയ് ബാബു പറയുന്നുണ്ട്. എന്നാൽ ഇതിനു മറുപടിയായി ചിലരുടെ കുതന്ത്രങ്ങൾ പുറത്തു വരുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് സാന്ദ്രയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് തന്നെ. കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നിയമാവലി പ്രകാരം താൻ മാനേജിംഗ് പാർട്ട്ണർ ആയിരുന്നപ്പോഴുള്ള എല്ലാ സിനിമകളുടെയും സെൻസർഷിപ്പ് ക്രെഡിറ്റ് എൻ്റെ പേരിലുള്ളതാണെന്നാണ്. അതിനാൽ തന്നെ KFPAയുടെ റെഗുലർ മെമ്പറായ എനിക്ക് അസോസിയേഷന്റെ കീ പോസ്റ്റിൽ നിയമപരമായി മത്സരിക്കാവുന്നതാണ്. മാത്രമല്ല താൻ പാർട്ട്ണർഷിപ്പ് ഒഴിഞ്ഞില്ലയോ എന്നുള്ളത് ഇവിടെ തർക്ക വിഷയമേ അല്ല. എന്നാൽ 2016 വരെ ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ മാനേജിംഗ് പാർട്ട്ണർ ആയിരുന്നു എന്നുള്ളത് തർക്കമറ്റ വസ്തുതയാണ്. നിയമം പരിശോധിക്കുന്നത് വിജയ് ബാബുവിന്റെ സർട്ടിഫിക്കറ്റ് അല്ല, മറിച്ച് അസോസിയേഷന്റെ ബെലോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അത് നിയമത്തിന്റെ കണ്ണിൽ എങ്ങനെ എന്നുള്ളതാണ്. അത് കോടതി വിലയിരുത്തും. ആർക്കോ വേണ്ടി ഓക്കാനിക്കുന്നവർ സൂക്ഷ്മത പുലർത്തിയാൽ സമൂഹത്തിൽ അപഹാസ്യരാവാതിരിക്കാമെന്ന് ഓർത്താൽ നന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് സാന്ദ്ര തൻ്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ പേഴ്സണൽ യൂട്യൂബ് ചാനലിൽ അവർ സ്പോൺസർ ചെയ്യുന്ന കുട്ടിക്കൊപ്പമുള്ള കുറേ വീഡിയോസ് കണ്ടിരുന്നു. ഇവർ ഡ്രസ്സ് എടുത്തു കൊടുക്കുന്നു, കോളേജിൽ അഡ്മിഷൻ എടുത്തു കൊടുക്കുന്നു, പിന്നെ ഫുഡ് വാങ്ങിക്കൊടുക്കുന്നു, അതിൻ്റെ പൈസ അവർ പേ ചെയ്യുന്നു. എന്നിട്ട് ഇവർ തന്നെ ഇവരെ ചേച്ചി എന്ന് സംബോധന ചെയ്ത് ചേച്ചി പഠിപ്പിച്ച നന്മകൾ വിവരിക്കാൻ ആ കൊച്ചിനോട് പറയുന്നുണ്ട്. അവളാകട്ടെ എന്തൊക്കെയോ പറയുമെങ്കിലും അതിലൊന്നും ചേച്ചിക്ക് തൃപ്തി വരുന്നില്ല. എല്ലാം പറയുമ്പോഴും അങ്ങനെയല്ല എന്ന് പറഞ്ഞ് തിരുത്തി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം വീഡിയോയ്ക്ക് മുൻപിലാണ്. അന്നേ സാന്ദ്ര തോമസിനുള്ളിലെ പ്രാഞ്ചിയേട്ടനെ മനസ്സിലായതാണ്. എൻ്റെ സംശയം അതല്ല, സംഘടനയ്ക്കുള്ളിൽ തനിക്ക് നേരെ ഇത്രയൊക്കെ വെറുപ്പ് ഉണ്ടാക്കിയെടുത്തിട്ടും ഇവർ മത്സരിക്കണമെന്ന തീരുമാനമെടുക്കുന്നതിലെ യുക്തിയില്ലായ്മയാണ്. ഒന്നുകിൽ മാധ്യമ ശ്രദ്ധ, അല്ലെങ്കിൽ കാര്യമായി എന്തോ പ്രശ്നം സാന്ദ്രയ്ക്കുണ്ട്.